എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എന്താ പെട്ടെന്ന് വായിക്കേ. എനിക്ക് എന്റെ ഒരു ലൈഫ് സ്റ്റോറി പറയണമെന്നുണ്ട്. ഇപ്പൊ എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാ, ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇങ്ങനത്തെ ഓരോ ഇതൊക്കെ ഇറങ്ങിയിട്ടേ ഇപ്പൊ ഞാൻ പറഞ്ഞ കുറച്ച് കൂട്ടുകാരുണ്ടല്ലോ, ആ കൂട്ടുകാരുടെ അമ്മയെ പോലും എനിക്കൊന്ന് ഫേസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിപ്പോയി. അമ്മയെ വിളിക്കുന്ന വെച്ചാൽ അമ്മ എന്തെങ്കിലും അമ്മയുടെ കാര്യത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ ഇല്ല അങ്ങനെ ഞങ്ങൾ തമ്മില്. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കെടുത്തല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. നാണം കെട്ടോനെ എന്തെങ്കിലും ഒരു ആഴ്ച അങ്ങനത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. കൊറേ നാള് എറണാകുളത്ത് തന്നെ ഇങ്ങനെ നിക്കുക. അപ്പോഴത്തേക്കും ഒരു ദിവസം ഒരു വീഡിയോ കോളില് ഇപ്പൊ കാണുന്ന അമ്മയില്ലേ, രേണുസുതി, എന്താ ഉറക്കം വരുന്നു. ഇപ്പൊ കാണുന്ന അമ്മയില്ലേ, രേണുസുതി, എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. കോട്ടയം പോകുന്നു. സ്റ്റോറി സ്റ്റാർട്ട്സ് നൗ. അല്ലേ, കോട്ടയത്തെ ഇല്ലെന്ന് ആദ്യമൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെയോ എന്തോ എല്ലാവരും ഇങ്ങനെ കോട്ടയത്ത് വന്ന് ആദ്യമൊക്കെ സെറ്റപ്പ്, പിന്നെ അങ്ങോട്ട് പോവാ എന്തൊക്കെയോ ഇതാവുന്നു. എല്ലാവരുടെ ഒരു സ്വഭാവമൊക്കെ ഒരു മാറ്റം. നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം അല്ലല്ല, നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാനുള്ളത്. ഞാൻ കമ്പ്യൂട്ടറൊക്കെ എടുത്ത് ഒരു റൂമിനകത്ത് ഇങ്ങനെ അതിനകത്ത് ഗെയിം കളിച്ച് എൻ്റെ ലൈഫ് മൊത്തം ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ ആവാൻ തന്നൊരു കാരണം അതുമല്ല, അതും വേറെയാ. ഇതൊക്കെയാണ് ഇതിന്റെയൊക്കെ ഒരു തുടക്കം. അവിടെ തൊട്ടെന്നാണ് എൻ്റെ ഒരു എന്താണ് ഒരു തുടക്കം. ഒരു റൂമിനകത്ത് ഇങ്ങനെ കമ്പ്യൂട്ടറും കളിച്ച് ഇങ്ങനെ അതിനകത്ത് എന്ന് പറഞ്ഞാൽ വേറെ കണക്ഷൻ ഇല്ല. അച്ഛൻ മാത്രം എൻ്റെ റൂമിൽ വരും, എനിക്ക് ഫുഡ് തരും, പോവും. ഇടയ്ക്ക് ഋതപ്പം വല്ലതും റൂമിൽ വന്നിരിക്കും. ഋതപ്പനെ ഞാൻ പിടിച്ച് മടിയിരുത്തി കീബോർഡിലൊക്കെ ഋതപ്പം കളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, ആരടുത്തും മിണ്ടത്തില്ല. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. വേറെ ആടുത്ത് ഞാൻ അവിടെ സംസാരിക്കത്തില്ല. ഇവരുടെ സ്വഭാവം എല്ലാം ഒരുമാതിരി. നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ, നീ തീർന്നടാ. ഒരുമാതിരി സ്വഭാവമാണ് ഇവരുടെയൊക്കെ. അവിടെ ജോലിക്ക് പോത്തില്ല, അതിന് അടി. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ഒരുമാതിരി സ്വഭാവമാണ് ഇവരുടെയൊക്കെ. അവിടെ ജോലിക്ക് പോത്തില്ല, അതിന് അടി. തിന്നാ തൂറ എന്തിനാ ഇത്ര തൂക്കുള്ള ആൾക്കാരെ ദൈവം സൃഷ്ടിച്ചേക്കണേ. എന്റെ ഫീസ് അതങ്ങ് മറന്നു. എന്താ ദേവാ ഇത്? ഇത്തരം കാര്യങ്ങളൊക്കെ ഓർമ്മിച്ചു വെക്കണ്ടേ? ഈ കൊയ്ത്തിന്റെ തിരക്കിനിടയ്ക്ക്. അല്ലെങ്കിലും അവൻ തന്നെയല്ലേ എല്ലാ മാസം ഫീസ് കൊടുക്കാറ്. മോനെ, അനുവിന്റെ ട്യൂഷൻ ഫീസ്. ഓ, അത് നാളെ തന്നാ പോരെ? മതി, ഞാൻ നിന്നെ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. കുട്ടികളുടെ ഫീസ് എല്ലാം കൃത്യമായി തന്നെ അടയ്ക്കണം, ഇല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് ആ ചീത്തപ്പേര്. പപ്പ, അമ്മയുടെ അച്ഛൻ കൂടെ ഒരു ബില്ല് റെഡി ആയിക്കൊണ്ട് എൻ്റെ കൊണ്ട് തന്നു. 1,80,000 രൂപ അങ്ങാണ്ട് മൊത്തം. തട്ടിപ്പാണല്ലേ. ഫ്ലവേഴ്സുകാരുടെ കൊടുക്കുന്ന പറഞ്ഞിട്ട് എൻ്റെ കൊണ്ട് തന്നു. അങ്ങനെ ഞാനും മായില വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടനാണ്, ആ ചേട്ടനും കൂടെ വന്ന് ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം അവിടെ ഇവിടെ പോയി എല്ലാവരും ബില്ല് റെഡിയാക്കി. 89,000 രൂപ എങ്ങാണ്ടാന്ന് തോന്നുന്നു മൊത്തം. ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. വിടരുതരവനെ പിടിച്ചു പോലീസിലേപ്പിക്കും. ഞാൻ ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടാണ്, അല്ലാണ്ട് വേറെ മനസ്സിലായി? ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.